തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലാണിന്ന് ഉച്ചതിരിഞ്ഞ് വലിയ സ്ഫോടനമുണ്ടായത്. 13 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കണക്ക്. 8 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ മരണത്തിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രം അതിൽ ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകും. 40-ലധികം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവനടക്കം പങ്കുവച്ചത്. മുഹമ്മദ് സ്വാലിഹ് നമ്മോടൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സ്വാലിഹ്, ഇപ്പോൾ മന്ത്രി വി എൻ വാസവനും സ്പോട്ടും ഒപ്പം ആശുപത്രിയിലും സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് വിവിധ വിഷയങ്ങൾ പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. സ്വാഭാവികമായും ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെങ്കിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഈ മരിച്ച 13 പേർ, അതിൽ 8 പേരുടെയെങ്കിലും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ മേൽവിലാസം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് എപ്പോഴായിരിക്കും നമുക്ക് ലഭ്യമാവുക? സൈഫുദ്ദീൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി വാസവൻ പറഞ്ഞതിൽ ഇപ്പോൾ ഈ 8 മൃതദേഹങ്ങളാണ് നമുക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഈ 8 മൃതദേഹങ്ങളും ആരുടേതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീടാണ് പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ ഇപ്പോൾ തന്നെ നടക്കുന്നു, അത് കഴിഞ്ഞ ഉടൻ ഈ ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകും എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 8 മൃതദേഹങ്ങളും ആരുടേതാണ് എന്ന് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് ആരുടേതൊക്കെയാണ് എന്ന പേരുവിവരങ്ങൾ നമുക്കടക്കം നൽകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മറ്റൊന്നുള്ളത് 10 പേരാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേർ നിലവിൽ ICUവിലാണ് ഉള്ളത്. ഇങ്ങനെ 10 പേരാണ് ബേൺ ICUവിൽ നിലവിലുള്ളത്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ദാരുണമായ മറ്റൊരു കാഴ്ച, ഇതിൽ 5 പേരുടെ മൃതദേഹ ഭാഗങ്ങൾ അത് നിലവിൽ ഈ മരിച്ചവരുടേതാണോ അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആണോ എന്നത് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വാസവൻ പറഞ്ഞത് പ്രകാരം ഇവ DNA ടെസ്റ്റിന് ശേഷം മാത്രമേ ഈ 5 മൃതദേഹ ഭാഗങ്ങൾ ആരുടേതാണ് എന്ന് വ്യക്തമാകുകയുള്ളൂ, ശരീരഭാഗങ്ങൾ ആരുടേതാണ് എന്ന് വ്യക്തമാകുകയുള്ളൂ. ഈ 5 ശരീരഭാഗങ്ങളും അടക്കം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ കണ്ട വലിയ വേദനാജനകമായ ഒരു കാര്യം, ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ബന്ധുക്കളുടെ ഒരു ശ്രമം ആയിരുന്നു. അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലത്താണ് ഈ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. ഇത് ഇപ്രകാരമായിരുന്നു. ഈ മൃതദേഹ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും അതോടൊപ്പം ഈ മൃതദേഹങ്ങളും തിരിച്ചറിയാൻ ശ്രമം നടന്നത് ഈ മൃതദേഹ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലുള്ള ഈ മൃതദേഹങ്ങളിലുള്ള ഈ ആഭരണങ്ങളടക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നത്. നമുക്കറിയാം, നാം അടക്കം ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാത്ത വിധം അതീവ ദാരുണമാണ് ഈ മൃതദേഹങ്ങളുടെയും ഒപ്പം ഈ ശരീരഭാഗങ്ങളുടെയും കാഴ്ച. അത് മൃതദേഹ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും ഈ ബന്ധുക്കൾ തിരിച്ചറിയേണ്ടി വരുന്ന അതീവ വൈകാരികമായ രംഗത്തിനാണ് ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത്. ഇത് എത്രത്തോളം ആഘാതമുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞറിയിക്കുക വയ്യാത്തതാണ്. നമുക്കറിയാം, നാം അടക്കം ഒരു നോക്ക് കാണാൻ സാധിക്കാത്ത വിധമുള്ള ദാരുണമായ സാഹചര്യത്തിലാണ്, ദാരുണമായ കാഴ്ചയാണ് ഓരോ മൃതദേഹവും. ഈ പടക്കവും ഈ തീയും ഏറ്റുള്ള ആഘാതം ഈ മൃതദേഹങ്ങളെ വളരെ ദാരുണമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബന്ധുക്കൾ എത്തുന്നത് ഏതു വിധമാണ് എന്ന് നമുക്ക് ഇപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുക വയ്യ. ഒപ്പം നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നാട് ഈ വലിയ ദുരന്തമുഖത്തും ഈ ആഘാതമേറ്റവരോട്, ഈ ദുരന്തത്തിൻ്റെ ഇരകളോട് ഒപ്പം നിൽക്കുകയാണ്. നാടിൻ്റെ വിവിധ മന്ത്രിമാരും അതോടൊപ്പം വലിയ തോതിൽ ജനപ്രതിനിധികളും അതിലുമേറെ സാധാരണ ജനങ്ങളും ഈ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഈ നാട് ഈ പരിക്കേറ്റവരോടും ഈ പരിക്കേറ്റവരുടെ ബന്ധുക്കളോടും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അങ്ങേയറ്റം അവർക്കൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നടക്കം ഡോക്ടർമാരുടെ സംഘം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്.
കോളേജിലുണ്ട്. ഒപ്പം പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇതിനകം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. ഇപ്പോൾ മന്ത്രി വാസവൻ പറഞ്ഞത് പ്രകാരം ഓരോ പരിക്കേറ്റിയ ആളുടെ അടുത്തും 3 വീതം ഡോക്ടർമാർ അവരെ സദാസമയം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ പരിക്കേറ്റവർക്ക് സാധ്യമാകുന്ന വിധമെല്ലാം നാം ചികിത്സ നൽകുന്നു. നാം കേരളീയ ജനത അവർക്ക് വേണ്ട ആവശ്യമായ ചികിത്സ നൽകുന്നു. അതിന് നാം ഒപ്പം കൈകോർക്കുകയാണ്. മന്ത്രിമാരും സാമൂഹിക പ്രതിനിധികളും ഇവിടെ സന്ദർശനത്തിനെത്തുന്നു. അവർ ബന്ധുക്കളെ കേൾക്കുന്നു, ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കേൾക്കുന്നു, പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കേൾക്കുന്നു. അവർക്കാവശ്യമായതെല്ലാം അവർ ചെയ്തു നൽകുന്നു എന്ന് ഉറപ്പാക്കിയാണ് ഓരോ ജനപ്രതിനിധിയും ഈ ആശുപത്രി സന്ദർശിക്കുന്നത്. ഒപ്പം നമ്മോട് നേരത്തെ മന്ത്രി റിയാസ് നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ 5 മൃതദേഹ ഭാഗങ്ങൾ, 5 ശരീരഭാഗങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയുക വളരെ പ്രധാനമാണ്. നേരത്തെ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലടക്കം നാം കണ്ടിരുന്ന ഒരു കാഴ്ച, ഒരാളുടെ തന്നെ മൃതദേഹ ഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിക്കുകയും അവ പല മൃതദേഹങ്ങളായി കണക്ക് കൂട്ടുകയും അവ ഇങ്ങനെ മരണസംഖ്യ ഉള്ളതിലും ഏറെ ചില സമയങ്ങളിൽ നമുക്ക് പറയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇവിടെയും സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്നതാണ് മന്ത്രി റിയാസ് പറഞ്ഞത്. ഈ ശരീരഭാഗങ്ങൾ ആരുടേതാണ്, മരിച്ചവരുടേതാണോ അല്ലെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടേതാണോ എന്ന് മനസ്സിലാക്കാൻ ഇനിയും DNA ടെസ്റ്റ് ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ദുരന്തമുഖത്ത് നാട് പകച്ചു നിൽക്കുകയാണ് എന്നു തന്നെ വേണം പറയാം. നേരത്തെ വാസവൻ അടക്കമുള്ള മന്ത്രിമാർ വരുന്നതിന് മുമ്പ് ചില രാഷ്ട്രീയ പ്രതിനിധികളും നമ്മോട് സംസാരിച്ചിരുന്നു. VS സുനിൽകുമാർ നമ്മോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് വെട്ടം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് അവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം സാധ്യമായത്. അതായത് ഈ അപകട പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചത്. ഇനിയും അവിടെ നിന്ന് ആളുകളെ, അതായത് പരിക്കേറ്റവരെ തിരിച്ചെത്തിക്കാനുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശരീരഭാഗങ്ങൾ ഇനിയും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ആശുപത്രിയും അതോടൊപ്പം ഈ അപകട മേഖലയും ഒരേപോലെ സന്ദർശിച്ച സാമൂഹിക പ്രവർത്തകർ നമ്മോട് പറയുന്നത്. ശരി സ്വാലി, എന്തായാലും സമാനമായ എല്ലാ വെടിക്കെട്ട് അപകടങ്ങളും ഇത്തരത്തിലുള്ള ഹൃദയഭേദകമായ കാഴ്ചകളാണ് ബാക്കിയാക്കിയത്. പ്രത്യേകിച്ചും മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി പോകുന്നു എന്നുള്ളതാണ് ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളിൽ, എല്ലാ അപകടങ്ങളിലും ഒരുപോലെ കാണുന്ന ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഒരു ചിത്രം. ഇപ്പോൾ ഇന്ന് തന്നെ 8 മൃതദേഹങ്ങൾ എല്ലാ പൂർണ്ണമായ ശരീരഭാഗങ്ങളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലുണ്ട്. പക്ഷേ ബാക്കി 5 പേരുടേത് മൃതദേഹാവശിഷ്ടങ്ങളാണ്, ശരീരഭാഗങ്ങളാണ്. പലയിടങ്ങളിലായി ചിതറിപ്പോയത് എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ്. അത് ഒരാളുടെ തന്നെ വിവിധ ഇടങ്ങളിലായി തെറിച്ചുപോയ ഭാഗങ്ങളാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. വ്യത്യസ്തരായ 5 പേരുടെ ശരീരഭാഗങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അക്കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന വേണം. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധന പൂർത്തിയായതിനു ശേഷം DNA പരിശോധന അടക്കം നടത്തിയതിനു ശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും.